ഒന്നും കൂടെ ഒട്ടാണ്ട് പൊട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം. അല്ല കുട്ടികളെ തലയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാം. ഒന്നടി ഇരുന്നിട്ട് നന്നായി ഒട്ടിക്കോട്ടെ. ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ചെയ്തു പോയൊരു വീഡിയോ ആണ്. പക്ഷെ അത് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സക്സസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം അത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ്, അതായത് ഒരു എന്തെന്നാ പറയേണ്ട, ഒരു സർപ്രൈസ് വീഡിയോ ആണിത്. കാരണം നമ്മളെ കയ്യിൽ ഇത്രയും ഈ ബീഡ്സും ഈ ബാൻഡൊക്കെ ഉണ്ടായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ഈ ഒരു വീഡിയോ. കാരണം ഈ ബീഡ്സ് നമ്മൾ കുറേയൊക്കെ നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുക എന്നല്ലാണ്ട് ഇങ്ങനെ ഒരു ഐഡിയ നമ്മുടെ തലയ്ക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് നമ്മൾ വെറുതെ യൂട്യൂബിൽ ഇരുന്ന് സെർച്ച് ചെയ്തപ്പോഴും നമ്മൾ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് ഇതിനെ കുറിച്ചിട്ട്, നമ്മളൊരു എയറെസറീസ് ബിസിനസ് ചെയ്യുന്ന ആളാണല്ലോ. അപ്പം നമുക്ക് വാട്സപ്പിലാണെങ്കിലും ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഇത്ത നമ്മളോട് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ഉണ്ട്, അപ്പോൾ ഇത് എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ. അപ്പോൾ അങ്ങനെ എൻ്റെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയാണ്. ആ ബുദ്ധിക്ക് ചെയ്തെടുത്ത കുറച്ച് ഐറ്റംസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു ഫ്ലവറാണ്. ഇതിൻ്റെ പല കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതല്ല, ഇതിൻ്റെ വേറെ മോഡലുകൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് വീതി കുറഞ്ഞിട്ടുള്ള നൈലോൺ ബാൻഡ്, അതുപോലെ തന്നെ ഫെവിബോണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവർ. ഈ ഫ്ലവറിൻ്റെ തന്നെ പല ഡിസൈൻ ഉള്ളത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണമെന്നില്ല. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്ത് ഇതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫെവിബോണ്ട് അതിന് നന്നായിട്ട് പരട്ടി കൊടുക്കുക. അപ്പോൾ നന്നായി കൊണ്ട് ഞെക്കി കൊടുത്തപ്പോൾ ഒരുപാട് അങ്ങോട്ട് വന്ന്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഫ്ലവർ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു മിനിറ്റ് ഉണ്ട്, ഒരു മിനിറ്റ് പോലും വേണ്ട, സെക്കൻഡ് കൊണ്ട് നമുക്ക് പണി തീർക്കാവുന്ന ഒരു ഐറ്റംസാണ് ഈ ഒരു സംഭവം. ഇത് നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ രണ്ട് വശത്തൊക്കെ കെട്ടി കൊടുക്കുന്ന ഒരു സംഭവമാണിത്. അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്കിത് ഓർഡറും കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്തതെന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു മോഡലാണ്. അതിൻ്റെ ഒരു മോഡൽ ഞാനവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളിതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ 2 ബ്ലൂ അതുപോലെ തന്നെ 2 റെഡ്, ഇത്രയും ഇതാണ് നമ്മുടെ കയ്യിലാണ്, നമ്മൾ ഇത്രയും കളേഴ്സാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെ 2 ഭാഗത്തും കുട്ടികൾക്കൊക്കെ കെട്ടിക്കൊടുക്കാനൊക്കെ നല്ലതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഈ മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വാട്സപ്പ് നമ്പർ ഞാനിതിൽ കൊടുക്കാം. അപ്പോൾ ഈ ഫ്ലവേഴ്സ് എല്ലാം ഇതിൻ്റെ വേറെ കളേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ വേറെ മോഡൽ ഫ്ലവേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ എനിക്ക് തോന്നി. അപ്പോൾ എനിക്കത് കുട്ടികൾക്കൊക്കെ ഇവിടെ കാണിച്ചു കൊടുത്തപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്ത്. അങ്ങനെ പെട്ടെന്ന് ഒരാളുടെ മനസ്സിലേക്കും ഇങ്ങനെ ഒരു ഐഡിയ പെട്ടെന്നുകൊണ്ട് കടന്നു വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്ത്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.